തനി നാടൻ രീതിയിലുള്ള ഒരു ഫിഷ് കറിയാണെന്ന് കാണിക്കുന്നത്. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറിയാണെന്ന് ഉണ്ടാക്കുന്നത്. ട്രിവാൻഡ്രംകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചൂര മീനാണ് ഞാനിന്ന് കറി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കിലോളം വരുന്ന ചൂര മീനാണ് കേട്ടോ. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മല്ലി മുളകൊക്കെ ആദ്യമേ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. ഈ ഒരു ഫിഷിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1/4 മുറിയോളം വരുന്ന തേങ്ങ നുറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4-5 പീസ് ചുവന്നുള്ളിയും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചിരകിയ തേങ്ങയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മസാല എല്ലാം കൂടെ ചേർത്തിരുന്ന് ഒരുമിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് പൊടികളായിട്ട് 3.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ബോൾ സൈസിനുള്ള വാളൻ പുളിയും അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന കുരുമുളകും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ കുട്ടികളിലൂടെ കഴിക്കുന്നത് കൊണ്ടാണ് ഒരു മീഡിയം എരിവിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് കഴുകി അതുകൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലുള്ള ഫ്ലഷും എല്ലും തലയും മുള്ളും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എടുക്കുകയാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോയും പച്ചമുളകും അതുപോലെ മുരിങ്ങയ്ക്കായ, പച്ചമാങ്ങ, അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്തേക്കുള്ള പുളിഞ്ചിക്കായ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്നുണ്ടാവും. ഈ സമയത്ത് ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡി ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ മീൻകറി റെഡി ആയി കഴിഞ്ഞു. കറിയുടെ രുചി ഒന്നുകൂടെ കൂടാനായിട്ട് ഒരു സ്പെഷ്യൽ കടുക് താളിക്കിലൂടെ വേണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ ചൂടായാൽ അതിൽ കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചുവന്നുള്ളിയും ഉണക്കമുളകും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 സ്പൂണോളം മുളക് പൊടി, 1/2 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് ആ ഒരു പൊടി നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം കേട്ടോ. ഇനി കുറച്ച് കറിയുടെ കോരി അതിൽ പറ്റിയിരിക്കുന്ന ആ ഒരു മസാല എല്ലാം ഇതിലേക്ക് ഇട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ട്രിവാൻഡ്രം ഫിഷ് കറി റെഡിയായി. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മണമാണ്. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഫിഷ് കറി റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.